ഹലോ എവ്രി വൺ, വെൽക്കം ടു ഓഫ് ദ സ്റ്റേജ് വിത്ത് ജാക്സൺ ബഴിക്ക. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കറണ്ട് MLA ഡോക്ടർ KT ജലീലിനെ ഈ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജിൽ സാർ ഇപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ട് 4 ദിവസമായി. ആദ്യത്തെ സന്ദർശനം പെർത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ സിഡ്നിയിലെത്തി. അപ്പോൾ സാറിന് പെർത്തും സിഡ്നിയും പൊതു ഓസ്ട്രേലിയയിലുള്ള അഭിപ്രായത്തിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നല്ല എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല മനുഷ്യരാണ്. പരസ്പരം ആദരവ് കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ. ആർക്കും ആരോടും അങ്ങനെ പകയോ അസൂയയോ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു. അത് വളരെ കൃത്യനിഷ്ഠതയോടെ കൂടി ചെയ്യുന്നു. അങ്ങനെ മലയാളികളാണെന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പലരുമായിട്ടും എനിക്ക് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പോലും ബിഹേവിയറിൽ മാറ്റം വരുത്താൻ തക്ക സ്വാധീനം ഇവിടെയുള്ള ആളുകളുടെ, മറ്റു ജനവിഭാഗങ്ങളുടെ സ്വഭാവ രീതികൾ മാറുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഇത് ലോകം ചുരുങ്ങുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ്. പരസ്പരം അടുക്കുകയാണ്. ലോകം ഒരു വില്ലേജായി മാറുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നുള്ളവരും ഇവിടെ ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ മാനവികത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള നാടുകളിലാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് കൂടുതൽ അരക്കിട്ടുറപ്പിക്കാൻ ഈ സന്ദർശനം പ്രേരകമായി എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സാർ. നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് ഭാവിയിലുള്ള കുട്ടികൾക്ക്, നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പദ്ധതികൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കിയത്? അതെങ്ങനെയൊക്കെയാണ് ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് സാറേ? കേരളം ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല മേഖലയിലും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ, ലിറ്ററസിയുടെ കാര്യത്തിൽ, കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ കാര്യത്തിൽ, നിയമ ലിറ്ററസിയുടെ കാര്യത്തിൽ എന്ന് വേണ്ട ഇന്ത്യയിൽ ഏതൊരു മാനദണ്ഡം എടുത്താലും കേരളം വളരെ മുന്നിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഹബ്ബ് ആകേണ്ടിയിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കേരളത്തിനുണ്ട്. നമ്മളുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ സ്ഥാപനങ്ങളിൽ വരെ ജാതിയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഒക്കെ തന്നെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സംഘർഷവും ഇന്ന് വരെ ഒരു ക്യാമ്പസിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഏതൊരാൾക്കും അവരുടെ മക്കളെ സുരക്ഷിതമായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിടാൻ പറ്റുന്ന സംസ്ഥാനമാണ് കേരളം. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയെ കാണാതായി. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. ശരിയാ. പല വിദ്യാർത്ഥികളും ജയിലറക്കുള്ളിലാണ്. ഒരു സമരം നടത്തിയാൽ വരെ ഇതര സംസ്ഥാനങ്ങളിൽ അവർ വിദ്യാർത്ഥികളാണോ അല്ലയോ എന്ന് നോക്കാതെ ജയിലിലടക്കുന്ന ഒരു രീതി നിലനിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സിംഗിൾ ഇൻസിഡൻറ്റ് പോലും കേരളത്തിലെ ഒരു സർവകലാശാലയിലും ഒരു കോളേജിലും കാണിച്ചു തരാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ആ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ട്രഡീഷണൽ കോഴ്സുകൾക്ക് പകരം ന്യൂജൻ കോഴ്സുകൾ, എൻജിനീയറിംഗ് കോളേജിൽ ന്യൂജൻ കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾ, ഡിഗ്രിയും PGയും ഒരുമിച്ച് പഠിക്കാൻ സർവകലാശാലകളിൽ മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ. ഇന്നത് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലെ കോളേജുകളിൽ പോലും ഉണ്ട്. അങ്ങനെ സാങ്കേതിക രംഗത്ത്, അതുപോലെ തന്നെ
ആരോഗ്യരംഗത്ത് എല്ലാ മേഖലകളിലും വൈജ്ഞാനികമായിട്ടുള്ള വിസ്ഫോടനം നടക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറ്റിതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികൾ പോകുന്നത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടെ, പഠിക്കാൻ മറ്റു രാജ്യങ്ങളിലേക്ക് കുട്ടികൾ വെറുതെ പോകുന്നു, ആ ഒരു അവസ്ഥയും ഇല്ലാതാക്കുക എന്ന ആഗ്രഹത്തോടെ ഒരുപാട് നവീനമായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ കോളേജുകളിൽ 225 എയ്ഡഡ് കോഴ്സുകൾ, പുതിയതായിട്ട് ന്യൂജൻ കോഴ്സുകൾ കൊടുത്തു. അത് ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും മാത്രം, യൂണിവേഴ്സിറ്റികളിലും. അതേസമയം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അവരപേക്ഷിച്ച ഏത് കോഴ്സുകളാണോ ആ കോഴ്സുകൾക്ക് അംഗീകാരം നൽകി. ഒരാളോടും ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചില്ല, ഒരു പ്രദേശത്തോട് കാണിച്ചില്ല, ഒരു ജനവിഭാഗത്തോടും കാണിച്ചില്ല. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം സംസ്ഥാനത്തുണ്ടാകണം എന്ന് നിശ്ചയിച്ചു. നമുക്കറിയാം, ഒരുപാട് കാലമായിട്ട് പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്ന് ഡീലിംഗ് ചെയ്ത് ഹൈസ്കൂളുകളുടെ ഭാഗമാക്കിയത്, +2 എന്ന പേരിൽ നടപ്പിലാക്കിയത് മുതൽ നമ്മളുടെ സംസ്ഥാനം അഭിമുഖീകരിച്ചിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു 10ാം ക്ലാസ് പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും +2വിന് പഠിക്കാനുള്ള അവസരമില്ല എന്നുള്ളത്. അത് മലപ്പുറം ജില്ലയിലടക്കം വളരെ കൂടുതലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, 2016 ഞാൻ മന്ത്രിയായിരുന്ന ആ വർഷം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ അക്കാദമിക് ഇയറിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 35,000 കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായിട്ടും +2വിന് അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഓപ്പൺ സ്കൂളിനെയാണ് ആശ്രയിച്ചിരുന്നത് ഉപരിപഠനത്തിന്. എന്നാൽ 9 വർഷം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ മലപ്പുറത്ത് 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് +2വിന് പഠിക്കാൻ സൗകര്യമില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയർത്തി ഒരു സംഘടനയും സമരരംഗത്തുണ്ടായിരുന്നില്ല. എന്നാൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാറി. അപ്പോൾ +2വിന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാനുള്ള അവസരമുണ്ടായി. ഇപ്പോൾ തത്വത്തിൽ 10ാം ക്ലാസ് വരെ അല്ല സൗജന്യ വിദ്യാഭ്യാസം കേരളത്തിലുള്ളത്, 12ാം ക്ലാസ് വരെയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം, ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആവശ്യത്തിന് കോളേജുകൾ, ആവശ്യത്തിന് മെഡിക്കൽ കോളേജുകൾ, ആവശ്യത്തിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, ഇതെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലുണ്ട്. എന്നാൽ പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് കാലാനുസൃതമായി നമ്മളുടെ ആവശ്യങ്ങൾ, കോഴ്സുകളുടെ സാധ്യതകൾ, ഇതൊക്കെ ഇങ്ങനെ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു രാജ്യവും ഒരു കാര്യത്തിലും പൂർണ്ണമല്ല. ഏതെങ്കിലും കാര്യങ്ങളിൽ കുറവുകൾ ഉണ്ടാകും, ആ കുറവ് നമുക്കുണ്ട്. അല്ലാതെ നമ്മളുടെ സംസ്ഥാനം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നിലും ഒട്ടും മോശമല്ല. പിന്നെ കുട്ടികൾ പോകുന്നുണ്ട് വിദേശങ്ങളിലേക്കൊക്കെ പഠിക്കാൻ. അതൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികൾ മുഖേന പോകുന്നവരാണ് വലിയൊരു ശതമാനം. മെറിറ്റിൽ വലിയ വലിയ ലോകോത്തര സ്ഥാപനങ്ങളിൽ, സർവകലാശാലകളിൽ, അല്ലെങ്കിൽ അതത് രാജ്യങ്ങളിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള റാങ്കുകളിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവാണ് കേരളത്തിൽ നിന്ന്. എന്നാൽ വിദ്യാഭ്യാസ ഏജന്റുമാർ മുഖേന അത്രയൊന്നും നല്ലതാണ് എന്ന് നമ്മൾ കരുതാത്ത സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അത് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർ, വിദേശത്ത് പോയി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ പോകും. അത് നമ്മൾ എത്ര വലിയ സൗകര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് നമ്മൾ ഒരുക്കി കൊടുത്താലും വിദേശത്ത് പോയി പഠിക്കണമെന്ന് ഒരു ക്രൈസ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും വിദേശത്ത് പോയി പറ്റും. അപ്പോൾ വിദേശത്ത് പോകുന്നു പഠിക്കാൻ, അല്ലെങ്കിൽ മറ്റിതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ എല്ലാ കോഴ്സുകൾക്കും ചേരുന്നതിന് അടിസ്ഥാനപരമായി ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. മാർക്കുകൾ മാനദണ്ഡമാണ്. അവരുടെ ഓരോ സബ്ജക്റ്റിലെയും മാർക്കുകൾ മാനദണ്ഡമാണ്. അപ്പോൾ
അതുപോലെ തന്നെ എൻട്രൻസ് പരീക്ഷ, ഇതെല്ലാം മാനദണ്ഡമാക്കി അക്കാഡമിക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ഉന്നത വിദ്യാഭ്യാസത്തെ കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊരു ഇടിവ് സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിൽ പരിമിതമായ സൗകര്യങ്ങളിൽ ഒരു സ്ഥാപനവും തുടങ്ങാൻ കഴിയില്ല. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടും മാത്രമേ കേരളത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അത് ഏടുകളിൽ മാത്രമാണ്. പ്രയോഗതലത്തിൽ വരുമ്പോൾ വളരെ ചുരുങ്ങിയ സംവിധാനങ്ങളിൽ കോളേജുകൾ, സർവകലാശാലകൾ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നമുക്ക് താഴാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ശക്തമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് വെച്ചത്. അതൊരു ബാരിക്കേഡായിട്ട് ആരും കാണേണ്ടതില്ല. നമ്മളുടെ കുട്ടികളൊക്കെ ആ ബാരിക്കേഡ് മുറിച്ചു കടക്കാനുള്ള ശേഷിയും കെൽപ്പും അക്കാദമികമായിട്ടുള്ള ഔന്നിത്യവും നേടുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളിപ്പോഴും പറയുന്നത് കേരളം ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കണം എന്നാണ്. അപ്പം നിങ്ങൾ മന്ത്രിയാവുന്നതിന് മുമ്പ് ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബായിരുന്നില്ല. മന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷം ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഹബ്ബായിട്ട് മാറി എന്നല്ല ഞാൻ പറയുന്നത്. ഹബ്ബാക്കണം എന്നുള്ളൊരു ആഗ്രഹം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വത്തോടു കൂടി പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇപ്പോൾ കാശ്മീരിൽ നിന്നാണെങ്കിലും പഞ്ചാബിൽ നിന്നാണെന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നാണെന്നുണ്ടെങ്കിലും മണിപ്പൂരിൽ നിന്നാണെന്നുണ്ടെങ്കിലും വരാനും സുരക്ഷിതമായി പഠിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനും കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ വേണ്ടത്ര പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യം മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ, ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ, ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ പോലും വളരെ പ്രയാസവും ബുദ്ധിമുട്ടും നമുക്ക് നൽകുന്ന രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമായി ക്യാമ്പസുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും, ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കൽക്കട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെ തന്നെ ഒരുപാട് പല പല മാനദണ്ഡങ്ങളും വരികയാണ്. അവിടെയൊക്കെ അധ്യാപകരെ നിയമിക്കുന്നത് വരെ ചില പരിഗണനകളുടെ അടിസ്ഥാനത്തിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള പരിഗണനകളൊന്നും ബാധകമല്ലാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ മെറിറ്റിന് പ്രാമുഖ്യം നൽകി മുന്നോട്ട് പോകുന്ന സാഹചര്യം കേരളത്തിൻ്റേത് ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഇതര സംസ്ഥാനങ്ങളിലേക്കല്ല പോകേണ്ടത് പഠിക്കാൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു വീക്ഷണത്തോടു കൂടി നമ്മൾ ഒരുപാട് പദ്ധതികൾക്ക് ആരംഭം കുറിച്ചു. ആ പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകളോട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ആകർഷിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം നമ്മളുടെ നാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കുറയുമോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻടേക്കിന് അപ്പുറത്ത് ആവണം വിദേശത്ത് നിന്ന് വരുന്ന കുട്ടികളെ നമ്മൾ അക്കമഡേറ്റ് ചെയ്യാൻ എന്ന് പോലും സർവകലാശാലകളോട് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇനി അത് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്നാണ്. ഒറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല റോം. ആദ്യം നമ്മൾ സ്വപ്നം കാണുന്നു, പിന്നെ അതിനനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതിനുശേഷമാണ് ഇത് ഫ്ലവറിങ്ങിലേക്ക് നീങ്ങുക. അപ്പോൾ 2016 മുതൽ 2021 വരെ ഞങ്ങൾ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തതിന് അനുസൃതമായിട്ടുള്ള അക്കാദമികമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളുടെ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു വലിയ മാർക്കറ്റിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. അത് നടക്കും
അധികം വൈകാതെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളം ഒരു എഡ്യൂക്കേഷൻ്റെ ഹബ്ബായിട്ട്, ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഇപ്പോൾ ലോക ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനം കയറിക്കഴിഞ്ഞു. അതുപോലെ ഒരു എഡ്യൂക്കേഷൻ്റെ ഭൂപടത്തിൽ, എഡ്യൂക്കേഷൻ ഹബ്ബായി ഇന്ത്യയിൽ കേരളം വൈകാതെ തന്നെ മാറും. നിങ്ങൾ പറയുകയാണ് കേരളം ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കാണ്, എല്ലാ സ്റ്റേറ്റുകളും പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർ കുട്ടികൾ വന്നിട്ട് കേരളത്തിൽ പഠിക്കണം. അതേ സമയത്ത് ഞാനൊരു കാസർഗോഡുകാരനാണ്, ഒരു പ്രൗഡ് കാസർഗോഡുകാരനാണ്. എനിക്ക് ചോദിക്കാനുള്ളത് സാറിൻ്റെ അടുത്ത്, ഞങ്ങൾ കാസർഗോഡുള്ള കുട്ടികൾ നമ്മൾ എപ്പോഴും നെക്സ്റ്റുള്ള സ്റ്റേറ്റിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിനൊരു ഹബ്ബാക്കി മാറ്റാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങളെടുത്തുകൊണ്ട് കാസർഗോഡിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? നിങ്ങളൊരു ഇഗ്നോറൻസ് ചെയ്തില്ലേ കാസർഗോഡിനെ? നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളത്. നിങ്ങളൊരു മെഡിക്കൽ കോളേജസോ ഒന്നും അതുപോലുള്ള ഒരു കോളേജസ് നിങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ശരിയല്ലേ സാറേ? നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ കിംസുമായിട്ടൊക്കെ ചേർന്ന്. അതെ, ഇപ്പോൾ ഞാനതാണ് പറഞ്ഞത്, നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന ജില്ല എന്നുള്ള നിലയിൽ കർണാടകയിലെ മംഗലാപുരവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് കാസർഗോഡ് ജില്ലയ്ക്ക് കാലങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികളും പഠനത്തിനായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അവർക്ക് മംഗലാപുരത്തേക്ക് പോവുകയാണ് തൊട്ടടുത്ത കണ്ണൂരിലേക്ക് വരുന്നതിനേക്കാളും താല്പര്യവും എളുപ്പവും. ശരിയാ. കണ്ണൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ കാസർഗോട്ടെ ഒരു കുട്ടി താല്പര്യം കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മംഗലാപുരത്ത് പോയിട്ട് പഠിക്കാനാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയിട്ട് പഠിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. അത് കാസർഗോട്ടുകാരുടെ ഒരു മനോഭാവവും അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കാസർഗോട്ടുകാർ ചെയ്യേണ്ടത്, ഇപ്പോൾ മംഗലാപുരത്തേക്ക് നമുക്ക് പല കാര്യങ്ങളിലും പോകാൻ വയ്യാത്ത ഒരു സ്ഥിതി പൊളിറ്റിക്കലായിട്ട് വന്നു. അതോടുകൂടിയാണ് കാസർഗോട്ടുകാർക്ക് തന്നെ ഒരു ബോധം ഉണ്ടായത്. നമ്മൾ അങ്ങോട്ട് പോവുകയല്ല വേണ്ടത്, നമുക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ വേണം. ആ ആവശ്യം കാസർഗോട്ടുകാർ വളരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ അവർക്കും വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആവശ്യപ്പെട്ടാലല്ലേ ഏത് സർക്കാരാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ തരുള്ളൂ. കരയുന്ന കുട്ടിക്കല്ലേ പാലുള്ളൂ. ശരിയാ. അപ്പോൾ കാസർഗോട്ടുകാർ ഇപ്പോൾ ബാംഗ്ലൂരിലേക്കും അതുപോലെ തന്നെ മംഗലാപുരത്തേക്കും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആ നേരിട്ട് തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാരും നമ്മളുടെ ആളുകളെ അങ്ങോട്ട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ വേണ്ടി അയക്കരുത് എന്നുള്ള ഒരു നിലപാടെടുത്തു. ഞങ്ങൾക്കതിന് ഇവിടെ തന്നെ സൗകര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന ശക്തമായ ആവശ്യം പ്രദേശവാസികളും ഉയർത്തിക്കൊണ്ടുവന്നു. അത് വലിയ മാറ്റം കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. പതിയെ പതിയെ അത് നീങ്ങി വരും. മറ്റുള്ള എല്ലാ ജില്ലകളിലെയും പോലെ തന്നെ കാസർഗോഡും പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.